ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബനാന റോസ്റ്റാണ്. നേന്ത്രപ്പഴം റോസ്റ്റ്. നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അതിനെ കൊണ്ട് നമ്മളൊരു റോസ്റ്റാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു 2-3 ബനാന നന്നായിട്ട് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഒരുപാട് പഴുത്ത പഴമാവരുത്, ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴം, ഏത്തക്കായ അങ്ങനെയൊക്കെ പറയുമല്ലോ, അത് പുഴുങ്ങിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് എടുത്ത് തണിയാൻ വേണ്ടി വെക്കുക. അത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിനെ നമ്മൾ ഈ ഒരു പീസസായിട്ട് സ്ക്വയർ പീസസായിട്ട് മുറിച്ചിട്ട് ഒരു സൈഡിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പാനോ ഒരു ചീനച്ചട്ടിയോ എന്ത് വേണമെങ്കിലും നമ്മൾ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിന് നെയ്യ് കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നെയ്യ് കുറച്ച് ഉപയോഗിച്ചാലും മതി. അതിലോട്ട് മുന്തിരി, കിസ്മിസ് നന്നായിട്ടിട്ട് കിസ്മിസ് ഇടുക. എന്നിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇടുക. അതിലോട്ട് വെളുത്ത എള്ളിടുക. പിന്നെ അതിലോട്ട് കസ്കസ് ഇടുക. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ചിരകിയ തേങ്ങ ഒരു 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും ഇട്ടിട്ട് തേങ്ങയും ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിലോട്ട് പിന്നെ നമ്മൾ ശർക്കര, വെല്ലം, കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ വെല്ലം എന്ന് പറയും, വെല്ലവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആ മിക്സ് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അത് ഏകദേശം ഒന്ന് ഒരു തേങ്ങയൊക്കെ ഒരു പരുവായി തോന്നിയാൽ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബനാനയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ബോയിൽഡ് ബനാനയാണ്. നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതും നല്ലൊരു ഹെൽത്തി ടിഫിൻ ലഞ്ച് ബോക്സ് ഐഡിയ തന്നെയാണ് കുട്ടിക്ക്. ഞാൻ ഇന്ന് ഇതും പയർ പുഴുങ്ങിയതും പിന്നെ അവിലിൻ്റെ ലഡുവുണ്ട്, അതും കൂടിയാണ് ഇന്ന് മോക്ക് സ്കൂളിൽ കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഴം പുഴുങ്ങിയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടിക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ഇടാം, അത് അവരവരുടെ ഇഷ്ടമാണ്. ഇതും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടിക്ക് കൊടുക്കുക, നിങ്ങളും കഴിക്കുക. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.